5 മിനിറ്റ് കൊണ്ട് SIR വോട്ടർ പട്ടികയിൽ പേര് ചേർത്താലോ? പ്രിയപ്പെട്ടവരെ, കൊച്ചുവാണ്. ഈസിയായി നെറ്റ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ന്യൂ യൂസർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പേര് നൽകുക, ഡണ്ണ് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ ക്രിയേറ്റഡ് ആയി. നമുക്ക് മെസ്സേജ് വരും, യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. എന്നിട്ട് വീണ്ടും ആ നമ്പർ വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. ഓക്കെ, ലോഗിൻ നൗ കൊടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഫോം 6 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. യെസ്, ഐ ആം അപ്ലൈയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം കൊടുക്കുക. നമ്മുടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. നമ്മുടെ ജില്ല ഏതാണോ അത് സെലക്ട് ചെയ്യുക. നമ്മുടെ മണ്ഡലം ഏതാണോ അത് സെലക്ട് ചെയ്യുക. പുതിയ വോട്ടർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. നമ്മുടെ ബർത്ത് പ്രൂഫ് എന്താണ് കൊടുക്കുന്നത്, ആധാർ കാർഡാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് വൈറ്റോ അല്ലെങ്കിൽ ബ്ലൂവോ കളർ വേണം. പേര് ഇംഗ്ലീഷിൽ മലയാളത്തിൽ, ആധാർ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, OTP വരും. പിന്നീട് അങ്ങോട്ടുള്ളതൊക്കെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. റിലേറ്റീവ്സിൻ്റെ പേര് ഇംഗ്ലീഷിൽ മലയാളത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടു നമ്പർ ഇംഗ്ലീഷിൽ മലയാളത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്, നമ്മുടെ ടൗണിൻ്റെ പേര്, അതുപോലെ തന്നെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ശേഷം ഫാദറിൻ്റെയും മദറിൻ്റെയും പേര്, വോട്ടർ ID നമ്പറൊക്കെ കൊടുക്കുക. ശേഷം വോട്ട് ചേർക്കുന്ന വ്യക്തിയുടെ പാരൻസിൻ്റെയോ അതല്ലെങ്കിൽ അവരുടെ ഫാദറിൻ്റെ മദർ ഇവരുടെ SIR ഫോം നോക്കി കറക്റ്റ് ഡാറ്റ കൊടുക്കുക. 2002 വോട്ടുണ്ടായിരുന്ന സംസ്ഥാനം, മണ്ഡലം, ബൂത്ത്, ക്രമ നമ്പർ എന്നിവയാണ് നൽകേണ്ടത്. നമ്മൾ നൽകിയ ഡാറ്റാസ് വെച്ചിട്ടുള്ള ഫോം 6 നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ തെറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. തെറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ സൈ ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ചെറിയൊരു സമയം ലോഡിംഗ് ഉണ്ടാവും. ലോഡിങ്ങിന് ശേഷം ആധാറിൻ്റെ വെബ്സൈറ്റിൽ ആധാർ നമ്പർ അടിക്കുക. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP കറക്റ്റ് ടൈപ്പ് ചെയ്യുക, യെസ് കൊടുക്കുക. അതിനുശേഷം ലോഡിങ് വരും. ഇങ്ങനെ താങ്ക് യു വന്നു കഴിഞ്ഞാൽ ഈ റെഫറൻസ് നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വേണ്ടവർ യെസ് എന്ന് കമൻറ്റ് ചെയ്തോളൂ.